झटपट और नटखट। एकदा झटपट, एकदा നട്ട്ഖട്ട്. ഒരു ഝട്പട്ട് ഉണ്ടായിരുന്നു, ഒരു നട്ട്ഖട്ട് ഉണ്ടായിരുന്നു. രണ്ട് കഥാപാത്രങ്ങളുടെ പേരുകളാണ്. झटपट बड़ा था, नटखट छोटा. झटपट വലിയവനായിരുന്നു, നട്ട്ഖട്ട് ചെറിയവനും. ബഡാ കേവൽ 2 साल बड़ा था. വലിയവൻ കേവലം 2 വയസ്സിന് മുതിർന്നവനായിരുന്നു. ചോട്ട കേവൽ 2 साल ചോട്ട. ചെറിയവനോ 2 വയസ്സ്, കേവലം 2 വയസ്സിന് ചെറുതും. ദോനോ സ്കൂൾ മെയിം പഠിത്തേത്. രണ്ടുപേരും എവിടെയാ പഠിക്കുന്നത്? സ്കൂളിലാണ് പഠിക്കുന്നത്. झटपट 5वीं में, नटखट तीसरी में. ചേട്ടനായ झटपट 5वीं 5ാം ക്ലാസ്സിലും, നട്ട്ഖട്ട് ഇളയവനായ അനിയനായ നട്ട്ഖട്ട് തീസരി 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടുപേര് തമ്മിലുള്ള വ്യത്യാസം. झटपट और नटखट के बीच कितने साल का फर्क हुआ? फर्क വ്യത്യാസം. എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 2 साल. और झटपट कितनी कौन सी कक्षा में पढ़ती है? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5वीं में. नटखट कौन सी कक्षा में पढ़ता है? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? तीसरी में. घर से दोनों भाई साथ साथ स्कूल जाते. രണ്ടുപേരും വീട്ടിൽ നിന്നും സാത്ത് സാത്ത് ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. और साथ साथ ही वापस घर आते. ഒരുമിച്ച് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ചേട്ടനും അനിയനും ആണല്ലോ, ഒരുമിച്ച് പോകും, ഒരുമിച്ച് വരും. വേ ഏക് ഗാവ് മേം രഹത്തെ थे. അവര് ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ചേട്ടനും അനിയനും എവിടെയാ താമസിക്കുന്നത്? ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, ദൂർ ദൂസരെ ഗാവ് മേ എന്താ. അവരുടെ സ്കൂൾ ഉണ്ടല്ലോ, അവരുടെ ഗ്രാമത്തിലല്ല, മറിച്ച് എവിടെയാ? ദൂർ ദൂരെയാണ്. ദൂസരെ ഗാവ് മേ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. വഹാം തക് പൈദൽ ജാനാ പഡ്താ താ. അവിടേക്ക് അവർക്ക് എങ്ങനെ പോകേണ്ടി വന്നു? പൈദൽ. പൈദൽ എന്താ? കാൽനടയായിട്ട് പോകേണ്ടി വന്നു. और पैदल ही वापस आना पड़ता था. എങ്ങനെയാ തിരിച്ചു വന്നിരുന്നത്? വാപ്പസ് ആന, തിരിച്ചു വരിക. എങ്ങനെയാ തിരിച്ചു വന്നിരുന്നത്? പൈദൽ ഹി, നടന്നു തന്നെയാണ് തിരിച്ചു വന്നിരുന്നത്. അപ്പൊ നടന്നു പോവും, നടന്നു വരും. അങ്ങനെയാണ് അവരന്ന് സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്തിരുന്നത്. जाते समय रास्ते में उन्हें कई चीजें मिलती थी. അവര് ജാത്തേ സമയം പോകുന്ന സമയത്ത്, രാസ്തേ മേം വഴിയില്, ഉനേം അവർക്ക്, കൈ ചീസേ മിൽത്തി തി അവർക്ക് പല കാര്യങ്ങൾ കണ്ടുമുട്ടുമായിരുന്നു. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോക്കർ, ബർഗത്, ഖേത്ത്, ബാഗ്, നാല, നദി. എന്തൊക്കെയാണ്? പോക്കർ, പോക്കർ എന്ന് പറഞ്ഞാൽ കുളം. ബർഗത്, ബർഗത് എന്ന് പറഞ്ഞാൽ ആൽമരം, ബനിയൻ ട്രീ. ഖേത്ത്, ഖേത്ത് എന്ന് പറഞ്ഞാൽ വയല്, പാടം. ബാഗ്, ബാഗ് എന്ന് പറഞ്ഞാൽ തോട്ടം. നാല, നാല എന്ന് പറഞ്ഞാൽ അരുവി, സ്ട്രീം. നദി, റിവർ. ഇതൊക്കെയാണ് അവർ സ്കൂളിൽ പോകുമ്പോൾ കണ്ടിരുന്നത്. എന്തൊക്കെയാണ്? പോക്കർ, ബർഗർ, ഖേത്ത്, ബാഗ്, നാല, നദി. വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ മുനെ കൈ ചീസേ മിൽത്തി തി. ഇനി വാപ്പസ് ആനെ പർ, തിരിച്ചു വരുമ്പോഴും അവർ വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുമായിരുന്നു. എന്തൊക്കെയാ കണ്ടിരുന്നത്? നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗർ, പോക്കർ. അതായത് തിരിച്ചു വരുമ്പോൾ ആദ്യം കാണുന്നത് ഏതാ? നദിയാണ്. പിന്നെ അവസാനം കാണുന്നത് പോക്കർ. പോകുമ്പോൾ ആദ്യം കാണുന്നത് പോക്കർ, അവസാനം കാണുന്നത് നദി. ആ കഥാകാരൻ ആ ഭംഗിയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. പോകുമ്പോഴുള്ള കാഴ്ചകളും തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകളും ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓർഡറിൽ തന്നെ പഠിക്കുക. ജാത്തേ സമയ ക്യാ ക്യാ ചീസേ മിൽത്തി തി എന്ന് ചോദിച്ചാൽ പോക്കർ തുടങ്ങി നദി വരെ. വാപ്പസ് ആത്തേ സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നദി തുടങ്ങി റിവേഴ്സിൽ എഴുതണം. झटपट तेज तेज चलता था. തേസ് തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ. झटपट എങ്ങനെയാ നടക്കുന്നത്? വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അവൻ ചേട്ടനാണല്ലോ, അവൻ വലിയ സ്പീഡിൽ നടക്കും.
നട്ഗഡ് ധീരെ ധീരെ. നട്ഗഡ് എങ്ങനെയാ നടക്കുന്നത്? ധീരെ ധീരെ, വളരെ പതിയെ പതിയെ, സ്ലോലി. झटपट बरगद तक पहुंचा था, तब तक नटखट पोकर तक ही पहुंचा होता. झटपट ചേട്ടൻ ബർഗദിന്റെ അടുത്തെത്തുമ്പോൾ നട്ഖഡ് പോക്കർ തക് ഹി പहुंच होता. അവൻ കുളത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. അവന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. ചേട്ടൻ എവിടെ എത്തി? ബർഗദിന്റെ അടുത്തെത്തി. झटपट बाग तक पहुंचा था, तब तक नटखट गेट तक ही पहुंच होता. ചേട്ടൻ തോട്ടത്തിന്റെ അവിടം വരെ നടന്നെത്തുമ്പോ അനിയൻ നട്ഖഡ് എവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ? വയലിന്റെ അവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. झटपट नदी तक पहुंचा था, तब तक नटखट नाले तक ही पहुंच होता. ചേട്ടൻ നദിയുടെ അടുത്തെത്തി. നദി കഴിഞ്ഞാൽ സ്കൂളായി. നദിയുടെ അടുത്തെത്തുമ്പോഴും നട്ഖഡ് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ? പിന്നില് നാലയുടെ അവിടെ, അരുവിയുടെ അവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. माँ की हिदायत दी कि झटपट को छोटे भाई का ध्यान रखना है. മാ, അമ്മ, ഹിദായത്ത്, അമ്മ കൽപ്പിക്കാറുണ്ട്, അമ്മ പറയാറുണ്ട്. എന്ത്? झटपट झटपटिനോട് പറയാറുണ്ട്. എന്ത്? ചോട്ടേ ഭായ് കാ ധ്യാൻ രഖ്ന ഹെ. നീ എപ്പോഴും അനിയനെ ശ്രദ്ധിക്കണം. ധ്യാൻ രഖ്ന, ശ്രദ്ധിക്കുക. അനിയനെ നീ ശ്രദ്ധിക്കണം. നട്ഖഡ് കോ അപ്പനെ സാത്ത് ഹി രഖ്ന ഹെ. നട്ഖഡിനെ എപ്പോഴും നിന്റെ ഒപ്പം കൊണ്ടേ നടക്കണം. നിന്റെ അനിയനാണ്, അതുകൊണ്ട് നട്ഖഡിനെ നീ ശ്രദ്ധിക്കണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. മാക്കി ഹിദായത്ത് ക്യാദി. അമ്മയുടെ പക്ഷം, അമ്മയുടെ ആജ്ഞ എന്തായിരുന്നു? എന്തായിരുന്നു ചട്പട്ടിന്റെ അടുത്ത്? ചട്പട്ട് കോ ചോട്ടേ ഭായ് കാ ധ്യാൻ രഖ്നെ കി കഹ. എപ്പോഴും ചട്പട്ടിനോട് ചെറിയവനെ ശ്രദ്ധിക്കണമെന്ന് പറയും. പിന്നെയോ നട്ഖഡ് കോ അപ്പനെ സാത്ത് ഹി രഖ്ന ഹെ. നട്ഖഡിനെ എപ്പോഴും കൂടെ കൂട്ടണം. നീ സ്പീഡിൽ നടന്നു വരരുത്, അവൻ പതുക്കെ നടക്കുള്ളൂ, അതുകൊണ്ട് അവനെ എപ്പോഴും ശ്രദ്ധിച്ച് കൂടെ കൊണ്ടുവരണമെന്ന് അമ്മ എപ്പോഴും പറയും. ചേട്ടന്മാര് അനിയന്മാരെ നോക്കണം, അത് ചേട്ടന്മാരുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ അമ്മ അവനെപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്.